നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ പെരക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നാരങ്ങ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പെരക്കി വെച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ചെയ്താണ്. അതും അതിൻ്റെ കൂടെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വിസിലാകാൻ വേണ്ടി നമുക്കവിടെ മാറ്റി വെക്കാം. ആ നേരം കൂടി ചിക്കൻ അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിസിലായിട്ടുള്ള നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ മസാല അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് RKGയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇത് മസാല ഞാൻ ഇടയ്ക്കിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സവാള ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇന്ന് കോരി മാറ്റാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് അതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ആ ഒരു എണ്ണയിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക പിന്നെ 2 ബേ ലീഫും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടിയും ചേർത്ത് പിന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പം നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കതവിടെ അടച്ച് വെക്കാം. നല്ലതുപോലെ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മസാല ഇവിടെ സെറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അതിൻ്റെ വീടും ചെയ്തിട്ടില്ല, കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ചോറാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അടി പിടിക്കാണ്ട് നോക്കണേ. അപ്പോൾ ചോറ് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടില്ല, അതിലേക്ക് നമുക്ക് ദമ്മിടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റെഡിയാക്കി വെച്ചില്ല ചോറ് ഇട്ട് കൊടുക്കാം. മസാലിൻ്റെ മേലേക്ക് പകുതിയോളം ഇട്ടിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അതും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് അതും പിന്നെ ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം ഫ്രൈ ചെയ്തിട്ടില്ല അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി പിന്നെ ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇതുപോലെ ചോറും പിന്നെ ആ ഒരു മഞ്ഞളുടെ ഒരു കളറില്ലേ ആ ഒരു കളറും പിന്നെ ബാക്കിയുള്ള ഒരു ഉള്ളിയും ഇതെല്ലാം ഫ്രൈ ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 മിനിറ്റ് ദമ്മാൻ വെച്ചെടുത്ത സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത്